ഹരിതലോകമെനിക്കു തരൂ. മരതകവർണ്ണം കൊണ്ടുമെനഞ്ഞൊരു ഹരിതലോകമെനിക്കു തരൂ. ആദിമനുഷ്യൻ പിറന്നു വീണൊരു വസന്തഗേഹമെനിക്കു തരൂ. വസന്തഗേഹമെനിക്കു തരൂ. ആദിമനുഷ്യൻ പിറന്നു വീണൊരു വസന്തഗേഹമെനിക്കു തരൂ. വസന്തഗേഹമെനിക്കു തരൂ. മണ്ണിന്റെ അഭാവത്തിലെ കാർഷിക രീതികളെ നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്നത് നല്ലതാണ്. നാം നിൽക്കുന്നത് തിരുവനന്തപുരം കഴക്കൂട്ടം കാര്യവട്ടത്ത് കല്ലമ്പള്ളി ലൈനിൽ TC 9/2445 വൈഗയിലാണ്. റിലയൻസ് ജിയോ യൂസർ എക്സ്പീരിയൻസ് ആൻഡ് ഡിസൈൻ മാനേജറായ സന്തോഷ് കുമാറിന്റെ ഭവനം. പൂക്കളേക്കാൾ അലങ്കാര ഇലച്ചെടികളിലാണ് സന്തോഷ് കുടുംബത്തിന് ഏറെ ഇഷ്ടമെന്ന് തോന്നുന്നു. കൃഷിരീതി അത്യുജ്വലമായ രീതിയിൽ ഇവിടെ പ്രായോഗികമാക്കിയിരിക്കുന്നു. ടെക്നോ പാർക്ക് ഉദ്യോഗസ്ഥയും സന്തോഷിന്റെ സഹധർമ്മിണിയുമായ കാർത്തികയ്ക്കും 1ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ മകൾ നിരഞ്ജനയ്ക്കും ഈ കാർഷിക വേദി ഇഷ്ടപ്പെടാതിരിക്കാൻ സാധ്യതയൊന്നുമില്ലല്ലോ. പ്രധാനമായും പാലക് ചീരയ്ക്കാണ് ഇവിടെ ഇടം ഏറെ നൽകിയിരിക്കുന്നത്. സാലഡ് കുക്കുംബർ, തക്കാളി, മുളക്, പുതിന, പയർ, ചീനിയമര, വെണ്ട എന്നിവ പുതുതായി വീണ്ടും നട്ടുപിടിപ്പിച്ചിട്ടേ ഉള്ളൂ. വെർട്ടിക്കൽ ഹൈഡ്രോപോണിക്സ് കൃഷിരീതിയാണ് ഇവിടെ അവലംബിച്ചിരിക്കുന്നത്. ഈ പാലക് ചീരയ്ക്ക് 40 ദിവസം പ്രായമായി. കിലോയ്ക്ക് ഇപ്പോൾ 40 രൂപ വിലയുണ്ട്. സമഗ്ര പച്ചക്കറി വികസന പദ്ധതി 2016-17 വെജിറ്റബിൾ ഇന്നൊവേഷൻ പ്രോഗ്രാം പ്രകാരം കൃഷിഭവൻ മുഖേന 10,000 രൂപ സബ്സിഡി ലഭിച്ചിട്ടുണ്ട് ഈ സംരംഭത്തിന്. അതിനു മുമ്പ് സ്വന്തമായ ഒരു രീതിയാണ് അവലംബിച്ചിരുന്നത്. ഈ സംരംഭത്തെ സന്തോഷ് കുമാർ തന്നെ പരിചയപ്പെടുത്തുന്നു. പ്രൊഫഷണൽ ഞാനൊരു ഡിസൈനറാണ്. കൃഷിയോടുള്ള താല്പര്യം കാരണം കാര്യവട്ടത്തെ എൻ്റെ ചെറിയ വീട്ടിൽ ടെറസിൽ ചെയ്തൊരു കോമ്പാക്ട് ഹൈഡ്രോപോണിക് സിസ്റ്റമാണ് ഇത് കാണുന്നത്. ഇത് ഇലകൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത സിസ്റ്റമാണ്. ഇതിനകത്ത് 200 ചെടികളാണ് വെച്ചിരിക്കുന്നത്. പാലക്കാണ് വെച്ചിരിക്കുന്ന ക്രോപ്പ്. ഇത് ഏകദേശം 30 ദിവസം പ്രായമായതും ഏകദേശം വിളവെടുക്കാൻ സമയമായി റെഡിയായി നിൽക്കുന്ന പാലച്ചെടിയാണ്. ഹൈഡ്രോപോണിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണില്ലാത്തൊരു കൃഷി രീതിയാണിത്. ഇതിനകത്ത് മണ്ണ് ഒട്ടൊന്നും ഉപയോഗിക്കുന്നില്ല. വെള്ളത്തിലാണ് ചെടികൾക്ക് ആവശ്യമായ ന്യൂട്രിയൻസും ഓക്സിജനും സപ്ലൈ ചെയ്യുന്നത്. ഈ ചെടിയുടെ വേരുകൾ എപ്പോഴും ഒരു വെള്ളത്തിൽ മുങ്ങിക്കിടക്കുക ചെയ്യുന്നത്. വെള്ളത്തിൽ ചെടിക്ക് ആവശ്യമായുള്ള ന്യൂട്രിയൻസ് മിക്സ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നു. ഇതൊരു കണ്ടിന്യൂസ് ഫ്ലോ സിസ്റ്റമാണ്. അതായത് ഒരു സ്റ്റോറേജ് ടാങ്കിൽ ന്യൂട്രിയൻസ് ആഡ് ചെയ്ത് വെള്ളം നിറച്ചിട്ടുണ്ട്. അതിൽ നിന്നൊരു മോട്ടർ ഉപയോഗിച്ചിട്ട് ഒരു സൈഡിൽ കൂടെ പമ്പ് ചെയ്ത് വെക്കുന്നു. അത് കറങ്ങി തിരിച്ച് ടാങ്കിൽ തന്നെ വീഴുന്നു. ആ സിസ്റ്റം കണ്ടിന്യൂസ്ലി സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. NFT സിസ്റ്റം എന്ന് പറയുന്നത് അതായത് ന്യൂട്രിയൻ ഫിലിം ട്രാൻസ്ഫർ. വിവിധ തരം ഹൈഡ്രോപോണിക്സിലെ ഒരു സിസ്റ്റം മാത്രമാണിത്. NFT അതായത് ന്യൂട്രിയൻ ഫിലിം ട്രാൻസ്ഫർ. ഇതിനകത്ത് വെള്ളത്തിൻ്റെ ഒരു എയർ പൈപ്പിനകത്തുണ്ടാവും. ഓരോ ടൈമിൽ ഇൻ്റർവെല്ലിൽ പമ്പ് വെച്ചിട്ട് വെള്ളം സർക്കുലേറ്റ് ചെയ്യും. ഇതിനുപയോഗിക്കുന്ന വളം അതായത് ന്യൂട്രിയൻസ് വെള്ളത്തിൽ അലിയുന്ന ടൈപ്പാണ്. സാധാരണ NPK വളം അതിനൊപ്പം ഓരോ ന്യൂട്രിയൻസും മിക്സ് ചെയ്താണ് റെഡിമെയ്ഡായിട്ടാണ് വരുന്നത്. ഇതിനെ വെള്ളത്തിൽ അളവിൽ ഡൈല്യൂട്ട് ചെയ്ത് വെച്ചിരിക്കാൻ പറ്റുള്ളൂ.
ആവശ്യാനുസരണം ടാങ്കിലേക്ക് ആഡ് ചെയ്യുക. ഇത് കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള സിസ്റ്റമാണ്. അതായത് ഒരു ദിവസത്തിൽ എത്ര സമയം ഈ യൂണിറ്റ് വർക്ക് ചെയ്യണം, എത്ര സമയം ഇതിനകത്ത് വെള്ളം പമ്പ് ചെയ്യണം എന്നുള്ളത് പ്രീ ഡിഫൈൻഡ് ആയിട്ടൊരു ടൈമർ ഉപയോഗിച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് പകലൊരു നിശ്ചിത സൈക്കിളും രാത്രി അതിൽ കുറഞ്ഞ ഡ്യൂറേഷനിലുള്ള സൈക്കിളാണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ തന്നെ കണ്ടിന്യൂസ് വെള്ളം ഒഴുകുന്നില്ല, ആവശ്യാനുസരണം മാത്രം വെള്ളം ഒഴുകുന്ന സിസ്റ്റമാണ്. സാധാരണ നിലത്ത് കൃഷി ചെയ്യുന്നതിൻ്റെ 90% വെള്ളം ഇതിനകത്ത് ലാഭിക്കാൻ പറ്റും. ഒരു 10% വെള്ളത്തിൽ മാത്രം ഒരു ഫുൾ ക്രോപ്പ് ഇതിനകത്ത് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതിനകത്തുനിന്ന് മണ്ണിൽ നിന്നുണ്ടാകുന്ന ഒരു ടൈപ്പ് രോഗബാധകളും ഉണ്ടാവില്ല. കംപ്ലീറ്റ് ആയിട്ടും ഐസൊലേറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്തൊരു എൻവയോൺമെൻറ്റാണ് വേര് ന്യൂട്രിയൻസ് വലിച്ചെടുക്കുന്നത്. ഇവിടെ 2 വശത്തായി 4 ഇഞ്ച് PVC പൈപ്പുകൾ സമാന്തരമായി ഘടിപ്പിച്ച് കൃഷിക്ക് വേണ്ട സ്റ്റാൻഡ് സജ്ജീകരിച്ചിരിക്കുന്നു. PVC പൈപ്പുകളിൽ നടാൻ ഉദ്ദേശിക്കുന്ന പച്ചക്കറി ചെടികൾക്ക് അനുരൂപമായ നിശ്ചിത അകലത്തിൽ 2.5 ഇഞ്ച് റൗണ്ട് ഹോളുകൾ ഇട്ടിട്ടുണ്ടായിരിക്കും. ഹോളിന് ചേരുന്ന തരത്തിലുള്ള നെറ്റ് പോട്ടുകളിൽ തൈകൾ സ്ഥാപിച്ച് ലീക്ക അഥവാ ലൈറ്റ് വെയ്റ്റ് എക്സ്പാൻഡഡ് ക്ലേ അഗ്രിഗേറ്റ് എന്ന മാധ്യമം ഉപയോഗിച്ച് താങ്ങി നിർത്തുന്നു. ലീക്കയ്ക്ക് ഭാരം കുറവും ജലസംഭരണ ശേഷി കൂടുതലുമാണ്. ഇതിന്റെ ഉപയോഗം മൂലം ജലത്തിന്റെ pH ഘടകവും നിയന്ത്രിക്കപ്പെടുന്നു. ഈ നെറ്റ് പോട്ടുകളെ PVC പൈപ്പിലെ ഹോളുകളിൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ആദ്യ പടി ഓക്കെ. ഈ PVC പൈപ്പുകളിലൂടെയാണ് വളം ചേർന്ന ജലം സഞ്ചരിക്കുന്നത്. NPKയും സൂക്ഷ്മ മൂലകങ്ങളും അടങ്ങിയ ഫ്രൂട്ടി ഗ്രോ, ഫ്രൂട്ടി ബ്ലൂം, ഫ്രൂട്ടി മൈക്രോ എന്നീ ദ്രാവക രൂപത്തിലുള്ള വളക്കൂട്ടുകളാണ് സന്തോഷ് ഇവിടെ വളമാക്കിയിരിക്കുന്നത്. വെള്ളത്തിൽ അലിയുന്ന വളങ്ങൾ ഉപയോഗിച്ച് ജൈവ രീതിയിലും കൃഷി ചെയ്യാവുന്നതാണ്. ജൈവ രീതിയിൽ കൃഷി ചെയ്യുമ്പോൾ ചെടിയുടെ വളർച്ച, വേരുപടലങ്ങളുടെ വികാസം എന്നിവയ്ക്കനുസൃതമായി വളലായനിക്ക് പുറമെ ചകിരിച്ചോറ്, പീമോസ്, സ്പോഞ്ച് തുടങ്ങിയവയും വളർച്ചാ മാധ്യമങ്ങളാക്കേണ്ടി വരും. ഓട്ടോമാറ്റിക് സിസ്റ്റം ഉപയോഗിച്ച് പൈപ്പിലൂടെയുള്ള ജലസഞ്ചരണം ഇവിടെ നിയന്ത്രിക്കുന്നു. പൈപ്പിലൂടെ സഞ്ചരിക്കുന്ന വളലായനി മറ്റൊരു ടാങ്കിൽ ശേഖരിക്കപ്പെട്ട് വീണ്ടും ഉപയോഗിക്കുന്നു. ഇതുമൂലം ജലവും വളവും ലാഭിക്കാം. ഇടയ്ക്കിടയ്ക്ക് pH ടെസ്റ്റും ടോട്ടൽ ഡിസോൾഡ് സോളിഡ്സ് അഥവാ TDS ടെസ്റ്റും നടത്തി അതുപ്രകാരമുള്ള ആവശ്യകതകൾ നിവർത്തിക്കും. ഇത് പൂർണ്ണമായും ഓട്ടോമാറ്റിക് ആയിട്ടുള്ള സിസ്റ്റമാണ്. ഒരു ടൈമറിൻ്റെ സഹായത്തോടുകൂടി ഒരു ദിവസത്തിൽ എത്ര സമയം ഇതിനകത്ത് ന്യൂട്രിയൻസ് ഫീഡ് ചെയ്യണം എന്നുള്ളത് പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ മെയിൻ്റനൻസ് കുറവ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ വെള്ളം ഒഴിക്കുക, അങ്ങനെയുള്ള വളം ഇടുക, അങ്ങനെയുള്ള തലവേദനകളൊന്നുമില്ല ഇതിനകത്ത് തന്നെ. കൂടാതെ ഒരു ടെമ്പറേച്ചർ കൺട്രോൾ ബോർഡ് വെച്ചിട്ടുണ്ട്. വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ ഇതിനകത്ത് വളരെ മുഖ്യമാണ്. കാര്യം എന്താ വെച്ചാൽ വെള്ളത്തിനകത്തുള്ള ന്യൂട്രിയൻസ് ശരിക്കും വലിച്ചെടുക്കണമല്ലോ. വെള്ളത്തിൽ കാര്യമായ ലെവലിൽ ഓക്സിജൻ അടങ്ങിയിരിക്കണം. ഓക്സിജൻ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ടാങ്കിലുള്ള വെള്ളത്തിനകത്ത് എയർ ഫീഡ് ചെയ്യുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട്. പക്ഷേ ടെമ്പറേച്ചർ വ്യത്യാസം വരികയാണെങ്കിൽ വെള്ളത്തിൽ അലിഞ്ഞിരിക്കുന്ന ഓക്സിജൻ്റെ ലെവൽ കുറയാൻ ചാൻസ് ഉണ്ട്. അതിനാൽ തന്നെ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ ഒരു ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. ആഴ്ചയിൽ ഒരിക്കൽ ഇതിൻ്റെ വെള്ളത്തിൻ്റെ pH ലെവൽ നോക്കേണ്ടതാണ്. 5.5-നും 6.5-നും ഇടയ്ക്ക് വെള്ളത്തിൻ്റെ pH മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. ഒപ്പം തന്നെ ഒരു EC മീറ്റർ ഉപയോഗിച്ച് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസിൻ്റെ ലെവൽ അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം. കറക്റ്റ് ലെവലിൽ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുകയും ചെയ്യണം. ഈ 2 ഫാക്ടേഴ്സ് അനുസരിച്ചാണ് ചെടിയുടെ ഗ്രോത്തും അതിൻ്റെ ആരോഗ്യവും. കായ്ച്ച കെണിയാണ് ഇവിടെ കീടനിവാരണി. ഈ സംരംഭത്തെപ്പറ്റി ശ്രീകാര്യം കൃഷി ഓഫീസർ വിജയചന്ദ്രൻ നമ്മെ പരിചയപ്പെടുത്തുന്നു. ശ്രീകാര്യം കൃഷിഭവൻ പരിധിയിൽ വരുന്ന ഒരു കർഷകനാണ് ശ്രീ സന്തോഷ് കുമാർ. അദ്ദേഹം ഇപ്പം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെർട്ടിക്കൽ ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്ന പുതിയ സാങ്കേതിക വിദ്യയാണ്. ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ഥലത്ത് നിന്ന് കൂടുതൽ വിള എടുക്കുക എന്നുള്ളത്. കൂടുതലായിട്ടും പച്ചക്കറി
ഇല ഇനത്തിൽപ്പെട്ട പച്ചക്കറികളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. പുതിനയില, പാലക്ക് എന്നിവ ഇവിടെ കൃഷി ചെയ്തു വരും. വെജിറ്റബിൾ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം സ്കീമിൽ പെടുത്തി ഇന്നൊവേഷൻ ആക്ടിവിറ്റിയിലെ ഒരു പ്രോജക്റ്റ് സമർപ്പിക്കുകയും അതിൽ നിന്ന് 10,000 രൂപ ധനസഹായം അദ്ദേഹത്തിന് നൽകിയിട്ടുമുണ്ട്. അദ്ദേഹം നല്ല രീതിയിലാണ് ഇപ്പോൾ കൃഷി ചെയ്തു വരുന്നത്. ഈ ഹൈഡ്രോപോണിക്സിൻ്റെ പ്രത്യേകത ഒന്ന്, കുറച്ച് സ്ഥലത്ത് നിന്ന് കൂടുതൽ ആദായം എടുക്കുക. രണ്ടാമത്, കുറച്ച് സമയം, സാധാരണ എടുക്കുന്നതിനേക്കാൾ കുറച്ച് സമയം കൊണ്ട് കൂടുതൽ വിള കിട്ടുകയും മണ്ണിൽ നിന്ന് വരുന്ന രോഗാണുക്കൾ ഇല്ലാത്തതിനാൽ കൂടുതൽ കീടനാശിനികളുടെ പ്രയോഗം ഇല്ലാതെയും വരുന്നതുകൊണ്ട് ഇത് കൂടുതൽ വിഷരഹിത പച്ചക്കറിയായി നമുക്ക് കാണാവുന്നതാണ്. ഹൈഡ്രോപോണിക്സ് കൃഷിയുടെ നേട്ടങ്ങളേറെയാണ്. പരിമിതമായ സ്ഥലത്തും പച്ചക്കറി കൃഷി ചെയ്യാവുന്നതാണ്. ജലം, വളം എന്നിവ മിതമായേ ആവശ്യമുള്ളൂ. മണ്ണിൽ കൃഷിക്ക് ഉപയോഗിക്കുന്ന 90% വെള്ളം ഇവിടെ ലാഭിക്കാം. ടെറസും മറ്റും വൃത്തികേടാകുന്നില്ല എന്ന് മാത്രമല്ല, ടെറസിനും ഫ്ളാറ്റിനുമൊക്കെ അലങ്കാരവുമാണ് ഈ രീതി. എല്ലാറ്റിനുമുപരി ആനന്ദദായകവുമാണ് ഈ ഹൈഡ്രോപോണിക്സ് കൃഷിരീതി. എന്തായാലും സന്തോഷ് കുമാറിന്റെ ഈ സംരംഭം അനുകരിക്കാൻ ആരും കൊതിക്കുക തന്നെ ചെയ്യും. നൂറുമേനിയുടെ അടുത്ത വരവിന് കൂടുതൽ വിഭവ സമൃദ്ധിയുമായി ഈ വേദി നമ്മെ കാത്തിരിക്കുന്നുണ്ടാവും. കൂടുതൽ വിവരങ്ങൾക്ക് സന്തോഷ് കുമാർ എസ്, ഫോൺ 9746719785. പച്ചക്കറി മൂല്യവർദ്ധിതോൽപ്പന്നശാലയിലെ ശെൽവമണിനാഥം. കേരള സർക്കാരിന്റെ സമഗ്ര പച്ചക്കറി വികസന പദ്ധതിയിൽ പ്രത്യേകം പരിഗണിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ് പച്ചക്കറികളിൽ നിന്നുള്ള മൂല്യ